ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മരിച്ചു വീണ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ പേര് നമുക്കറിയാം. ഇവരിൽ ഒറ്റൊരുത്തനും പോലും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ. എന്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ജാഥ വഴി കൂടെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വേലിക്കരികിൽ നിന്നിട്ട് നീർക്കോലി കടിച്ച മരിച്ച ഒരുത്തൻ പോലും സ്വന്തം കുലത്തിലില്ലാത്ത ആൾക്കാരാട്ടോ. എല്ലാ കാലത്തും ഇവരുടെ പ്രശ്നം ഇതാണെന്നേ, ഇവർക്ക് മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്കൊരു റോളും ഉണ്ടായിട്ടില്ല എന്ന്. ഇവരൊരിക്കലും പച്ച കെട്ടിയിട്ടില്ല എന്ന്. ഇവരെ ആകപ്പാടെ കത്തിയും ചുവന്നുകാടി മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്ന്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അന്ന് ഇവര് കരുത്ത് സംഭരിച്ചു വെക്കുകയായിരുന്നു കേട്ടോ. കാരണം ഈ നേരത്തെ പറഞ്ഞ ചങ്ങായിമാർ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്തിട്ട് നിങ്ങളുടെ ഊർജം കളയരുത്, നിങ്ങൾ ഈ കരുത്ത് സംഭരിച്ചു വെക്കണം. നേരത്തെ പറഞ്ഞ 3 വൈദേശിക വംശങ്ങൾക്കെതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ഇവര് രംഗത്തിറങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഇവര് രംഗത്തിറങ്ങിയത് 947 ഇന്ത്യ വിഭജനം കഴിഞ്ഞപ്പോഴാണ്. 947 ഇന്ത്യ വിഭജനം കഴിഞ്ഞ കലാപങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. അതിൽ 6 ലക്ഷം പേരെ തീർത്തത് ഇവരാണ്. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടത്. വിഭജനത്തിന്റെ മുറിപ്പാടുകളെക്കുറിച്ച് ചോരയിട്ട് വീഴുന്ന കഥകൾ എഴുതിയ ഒരു ഉറുദു എഴുത്തുകാരുണ്ട്, സാദത്ത് ഹസൻ മന്തോ എന്നാണ് അയാളുടെ പേര്. ഞാനിത് ഒരുപാട് വേദിയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. സാദത്ത് ഹസൻ മന്തോവിന്റെ ഖോൽദോ എന്ന് പറയുന്നൊരു കഥയുണ്ട്. ആ കഥ ഒരു സിറാജുദ്ദീന്റെയും അയാളുടെ മകളായ ഷക്കീനയുടെയും കഥയാണ്. ഈ ഷക്കീനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി. ഒരു ദിവസം സിറാജുദ്ദീൻ അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഒരു 5-6 ചെറുപ്പക്കാർ ഇയാളുടെ കൂടെ കൂടി. ഇവരെല്ലാവരും അന്വേഷണത്തിനൊഴികിൽ ഒടുവിൽ ഒരു റെയിൽപാളത്തിൽ മൃതപ്രായമായി കിടക്കുന്ന, എത്ര പേരാണ് തന്നെ ബലാത്കാരം ചെയ്തത് എന്ന് പോലും അറിയാതെ കിടക്കുന്ന ഒരു അടിവസ്ത്രം മാത്രം ധരിച്ച കുട്ടിയെ കണ്ടെത്തുന്നു. ഈ കുട്ടിയും എടുത്തുകൊണ്ട് ഇവർ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തുന്നു. സാധാരണ ആശുപത്രിയിലെ സാധാരണ കൺസൾട്ടിംഗ് റൂമാണ്. അപ്പോൾ ചുറ്റും കൂടിയുന്ന ആളുകളോടായിട്ട് അല്പം കാറ്റും വെളിച്ചും കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ജനൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഖോൽദോ, തുറക്കൂന്ന്. ഈ മൃതപ്രായമായി കിടന്ന ഈ പെൺകുട്ടി ചാടി എഴുന്നേറ്റ് അവരുടുത്തിരുന്ന ഒരേ ഒരു അടിവസ്ത്രം കൂടെ അഴിച്ച് താഴത്തിട്ടു. കാരണം ഖോൽദോ എന്ന വാക്കിന്റെ അർത്ഥം, തുറക്കൂ എന്ന വാക്കിന്റെ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പരുഷമായിരുന്നു, നിന്ദ്യമായിരുന്നു. ഇതാകട്ടോ ചരിത്രത്തിൽ നമ്മളോട് ഇവർ നടത്തുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നിലൊരു റോളും ഇല്ല. ആ ആൾക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഗോൾവൽക്കറിന്റെ അടുത്ത പ്രസ്താവനയാണ് ഗംഭീരം. ഇവിടെ നിന്ന് ന്യൂനപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഹിന്ദുക്കളുടെ ദയയിൽ വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഇവിടെ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതും ന്യായീകരിക്കപ്പെടാവുന്നതാണ്, പണ്ട് ജർമ്മനിക്കാർ ജൂതന്മാരോട് ചെയ്തതുപോലെ. കൃത്യമായിട്ടൊരു 100 വർഷം നീണ്ട ആസൂത്രണത്തിന്റെ, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള ആസൂത്രണത്തിന്റെ അവസാന പടവുകളിലേക്ക് അവർ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ലളിതമായിട്ട് കാണരുത് കേട്ടോ നമ്മൾ. അതിന്റെ പേരിൽ മതത്തിന്റെ ചിഹ്നങ്ങളും ഏന്തിക്കൊണ്ട്, മതത്തിന്റെ കൊടികളും ഏന്തിക്കൊണ്ട് തെരുവ് നടക്കുന്ന പ്രകടനങ്ങളോട് എനിക്ക് വിയോജിപ്പാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുസ്ലിമിനെതിരായ നിയമമല്ല, ഇത് ജനാധിപത്യത്തിനെതിരായ നിയമമാണ്. ജനാധിപത്യത്തിന്റെ സയാമീസ് ഇരട്ടയായ മതനിരപേക്ഷതയ്ക്കെതിരായ നിയമമാണ്. ഇത് ഭരണഘടനയ്ക്കെതിരായ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യവും മതനിരപേക്ഷതയും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും, ഈ ഭരണഘടന ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കൂടെ തെരുവിലിറങ്ങുകയാണ് വേണ്ടത്. തെരുവിലിറങ്ങുമ്പോൾ ഒരു കൊടി പിടിക്കണമെങ്കിൽ ഏറ്റവും നല്ല കൊടി ഇന്ത്യൻ ദേശീയ പതാകയാണ്. കാരണം ഇതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല ഇത് ഈ ദേശീയ പതാകയെ സംരക്ഷിച്ചു നിർത്താനുള്ള സമരമാണ്. നേരത്തെ പറഞ്ഞ ചങ്ങായിമാരുണ്ടല്ലോ, ഇവരുടെ തലതൊട്ടപ്പന്മാര്, ഇവർ 947 തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് ഈ 3 വർണ്ണത്തിലുള്ള കൊടിയുണ്ടല്ലോ, ഈ കൊടി ഇന്ത്യക്ക് അശുഭ സൂചകമാണ് എന്ന് പറഞ്ഞു വെച്ച ആളുകളാണ്. അതുകൊണ്ട് അടുത്തത് മാറ്റാൻ പോകുന്നത് ഈ കൊടിയായിരിക്കും. നോക്കൂ, ഒരു കാര്യമുള്ളത്, ഈ 100 വർഷത്തെ ആസൂത്രണം എന്ന് പറയുമ്പോഴും ഈ 100 വർഷത്തെ മാത്രം ആസൂത്രണം അല്ല കേട്ടോ. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഘടകങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഇവര് പരീക്ഷിച്ച് വിജയം വരിച്ച കാര്യങ്ങളാണ്. മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. ഞാനിങ്ങനെ എല്ലാ വേദികളിലും മനുസ്മൃതിയെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കാണ്ട് ഇയാൾക്കെന്താ ഭ്രാന്തുണ്ടോ? കാരണം ഈ മനുസ്മൃതിയൊക്കെ ഞങ്ങളെന്ന് ഉപേക്ഷിച്ചെന്ന് അല്ലാട്ടോ. ഇന്ത്യൻ ജീവിതത്തെ ഇതുപോലെ സ്വാധീനിച്ചൊരു പുസ്തകത്തിന്റെ പേരില്ല. നോക്കൂ, നമ്മൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് നമ്മൾ IPC വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ല, അതൊരു ശീലത്തിന്റെ ഭാഗമായതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശീലത്തിന്റെ ഭാഗമായ ഒരു പുസ്തകത്തിന്റെ പേരാണ് മനുസ്മൃതി. കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ പറഞ്ഞില്ലേ, ഞാൻ ഉള്ളി കഴിക്കാറില്ല, എന്റെ വീട്ടിൽ ഉള്ളി കയറ്റാറില്ല എന്നുള്ളത്. എവിടത്തെ നിയമമെന്നറിയും? മനുസ്മൃതിയിലെ 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്, ബ്രാഹ്മണന്മാർ ഉള്ളി കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ലശുനം ഗൃഞ്ജനം ജൈവ പലാണ്ടും കവകാനിച്ച അഭക്ഷാണി ദ്വിജാതീനാം അമേധ്യപ്രഭവാനിച്ച നിയമമാണ്. ഈ നിയമങ്ങൾ ഇവര് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ പരീക്ഷിച്ച് വിജയം വരിച്ച നിയമങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ നിയമങ്ങൾ, എന്തൊക്കെ തോന്നിയാസ കാണിച്ചു കൂട്ടിയിട്ടെന്നറിയാം. നോക്കൂ, ഋഗ്വേദത്തിൽ സതി ഉണ്ടായിരുന്നില്ല. ഋഗ്വേദം വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ഋഗ്വേദത്തിന്റെ 10-ാമത്തെ മണ്ഡലത്തിലെ 18-ാമത്തെ സൂക്തത്തിലെ 8-ാമത്തെ മണ്ഡലത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്:
ഒരു സ്ത്രീ മരിച്ച ഒരാളുടെ കൂടെ കിടന്ന് കരയാണ്. അപ്പൊ പറയുന്നത്, അല്ലയോ സ്ത്രീയെ, നീ എന്തിനാണ് ഈ മരിച്ച ആളുടെ കൂടെ കിടന്ന് കരയുന്നത്? നീ എഴുന്നേൽക്കുക. നിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി വരുന്ന ഒരാളുടെ കൂടെ ജീവിച്ച് കാണിക്കുക. നീ നിന്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക. ഇവന്മാർ ചെയ്ത പണി എന്താണെന്നറിയാം? അതിന് തൊട്ടടുത്ത സൂക്തത്തിൽ ഒരു ഘോഷയാത്രയെക്കുറിച്ച് പറയുന്നു. ഈ ഘോഷയാത്രയിൽ മുമ്പിൽ നടക്കുന്നത് ഈ മരിച്ചുപോയ ആളുടെ പത്നിയാണ്. മുമ്പിൽ എന്നതിന് സംസ്കൃതത്തിലെ പദം അഗ്രേ എന്നാണ്. ഇവരത് അഗ്ന എന്ന് സമർത്ഥമായിട്ട് തിരുത്തി. ബംഗാളിലെ ബ്രാഹ്മണന്മാർ, ഞാൻ പറഞ്ഞതല്ലാട്ടോ, മാക്സ് മുള്ളർ എഴുതി വെച്ചതാണ്, എന്നെ കുറ്റം പറയരുത്. അങ്ങനെ അഗ്നയെന്ന് തിരുത്തിയിട്ട് ഒരു വാക്ക് തിരുത്തിക്കൊണ്ടാണ് ഇവര് നൂറുകണക്കിന് വർഷങ്ങൾ 10,000-കണക്കിന് സ്ത്രീകളെ തീയിലെറിഞ്ഞ് കൊന്നത്. ഇവർ നടത്തിക്കൊണ്ടിരുന്നത് നോക്കൂ. ഏറ്റവും അവസാനം സുപ്രീം കോടതി ഇന്നാളിൽ പറഞ്ഞല്ലോ, ബാബറി മസ്ജിദിൽ മറ്റേ രാമന്റെ വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചതാണെന്നുള്ളത്. 949 949 ഒരു ദിവസം അവിടെ രാമന്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന GB പന്ത് ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ച് പറഞ്ഞു, നോക്കൂ ഇങ്ങനെ സാധനം വന്നിട്ട് കേട്ടോ. ജവഹർലാൽ നെഹ്റു പറഞ്ഞ മറുപടി, എടുത്ത് തോട്ടിലിടാനാ, എടുത്ത് സരയൂ നദിയിൽ ഒഴുക്കാനാ പറഞ്ഞത്. തൊട്ടപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് വരാനുണ്ടായിരുന്നുണ്ടായാലും 4 വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ വെച്ചതാ. അതിന്റെ പേരിൽ ഈ പൊല്ലാപ്പ് മുഴുവൻ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാന നീതി എവിടെ കിടക്കണമെന്നറിയോ? ഇത് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന കാര്യമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ബ്രാഹ്മണന്മാർക്ക് കാശുണ്ടാക്കാനുള്ള 101 വഴികൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ കുറെ ഭാഗമുണ്ട്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു വിഗ്രഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കാം. എന്നിട്ട് ആ വിഗ്രഹത്തെ ആരാധിക്കാത്തതുകൊണ്ടാണ് ആ നാട്ടിൽ എല്ലാ കുഴപ്പങ്ങളും പറഞ്ഞു നടക്കുക. അതിന്റെ പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക, അതിന്റെ പേരിൽ കാശ് പിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോന്നിന്റെ പുറകിലുമുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവരെ പരീക്ഷിച്ച് വിജയം വരിച്ച കാര്യങ്ങളാണ് കേട്ടോ. അത് കൃത്യം മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവരുടെ ചരിത്രം എല്ലാ കാലത്തും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ചരിത്രമായി. ഇവരുടെ ചരിത്രം എല്ലാ കാലത്തും മോബ് ലിഞ്ചിങ്ങിന്റെ ചരിത്രമായിരുന്നു. ഇന്ത്യക്ക് അതിശക്തമായ ഒരു ഭൗതികവാദ പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ ഭൗതികവാദ പാരമ്പര്യത്തിന്റെ അടിത്തറയായിരുന്നു ചാർവാകന്മാരെ ഇവർ ജീവനോട് ചുട്ടുകൊന്നതാണ്. ലോകായുധന്മാരെ ജീവനോടെ ചുട്ടുകൊന്നതിന്റെ കഥ കൃത്യമായിട്ട് മഹാഭാരതം പറയുന്നുണ്ട്. കാരണം എങ്ങനെ കൊല്ലാണ്ടിരിക്കുക? അജാതി ചോദ്യങ്ങളാണ് അവന്മാർ ചോദിച്ചത്. അന്ന് ഈ യാഗങ്ങൾ ഉണ്ടായിരുന്ന കാലം. നമ്മൾ വിചാരിക്കണ മാതിരി വെജിറ്റേറിയൻ യാഗങ്ങളല്ല കേട്ടോ. കേരളത്തിലെ നമ്പൂരിമാരെ അവരുടെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ 20ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും മുന്തിയ നമ്പൂരിമാരുടെ പേര് ആട് നമ്പൂരിമാരെന്ന്. അവരാടുന്നത് കൊണ്ടല്ല കേട്ടോ അവർക്ക് പേര് വീണത്. യാഗത്തിന്റെ ഭാഗമായിട്ട് ആടിനെ അറുത്തിരുന്നത് കൊണ്ടാണ്. 5 യജ്ഞമൃഗങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ യജ്ഞമൃഗം മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ 1000 പശുവിനെ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ കുതിരയുണ്ടായിരുന്നു, കാളയുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, ആടുണ്ടായിരുന്നു. അന്ന് പ്രസേനജിത്ത് എന്ന് പറയുന്ന രാജാവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മഹായാഗത്തെക്കുറിച്ച് സൂത്രനിപാതം എന്ന് പറയുന്ന ബൗദ്ധഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ആ സൂത്രനിപാതത്തിൽ പറയുന്നത് 2500 മൃഗങ്ങളെയാണ് അറുത്തതെന്ന്. അപ്പൊ ഈ മൃഗങ്ങളെ അറുക്കുമ്പോൾ ഇവരുടെ അലമുറ കേട്ടിട്ട് അറുക്കാൻ വന്ന രാജകിങ്കന്മാർ വാവിട്ട് കരയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അറുക്കൽ നടക്കുന്ന സമയത്ത് ചാർവാകന്മാരെ അവരോടെന്ന് ചോദിച്ചു, അല്ല മാഷന്മാരെ, നിങ്ങളാണല്ലോ എത്ര വിശ്വം ഭവത്തി ഏകമീടം ലോകാസമസ്ത സുഖിനോഭവന്തു മലപ്പുറം കെട്ടി അമ്പുമില്ലെന്നൊക്കെ പറയണത്. നിങ്ങൾക്ക് നാണല്ലേ ഈ ജന്തുക്കളെ അറുക്കാൻ? അപ്പൊ ഇവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യാഗത്തിന്റെ ഭാഗമായിട്ട് അറുത്തഞ്ഞ ഡയറക്റ്റായിട്ട് മോക്ഷം കിട്ടുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബോംബെയിൽ നിന്ന് ദുബായിൽ പോയിട്ട് അങ്ങനെയാണല്ലോ ഫ്ലൈറ്റ് പിടിച്ചു പോകാൻ. ഇത് ഡയറക്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇവര് ഞങ്ങൾ തൃശ്ശൂർ കുന്നംകുളംകാരുടെ ഭാഷയിൽ ഇവർ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എടാ ശവി, നിനക്ക് നിന്റെ അപ്പനെ അറുത്തുവിടറാം, കാരണം അപ്പന് മോക്ഷം കിട്ടും. അങ്ങനെ ചോദിക്കുന്ന ആളുകളെ ചുറ്റുമില്ലാണ്ട് അല്ലാണ്ട് എന്താ ചെയ്യും? അതുപോലെ ഇവരില്ലാതാക്കിയ ഒരു പാരമ്പര്യമായിരുന്നു ബൗദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇന്ത്യയിലുണ്ടായ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനമായിരുന്നു ബുദ്ധമതം എന്ന് പറയുന്നത്. അതുപോലെ ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടായിരുന്നില്ല. ബുദ്ധൻ ജനങ്ങളോട് സംസാരിച്ചത് അവന്റെ ഭാഷയിലായിരുന്നു, പാലിയിലായിരുന്നു. ഇവര് അവിടെയും ചെയ്ത് ഇതേ പണി തന്നെയാണ്. ഇവര് ബുദ്ധമതത്തിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി അതിനെ ഹീനയാനവും മഹായാനവുമായിട്ട് തിരിച്ച് ബുദ്ധഭിക്ഷുക്കളെ കൂട്ടക്കൊല ചെയ്ത് ബുദ്ധവിഹാരങ്ങൾ തച്ചുടച്ച് അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞു. ഇന്ത്യക്ക് പുറത്തേക്ക് ബുദ്ധൻ വളർന്നിരുന്നു. ഇന്ത്യക്ക് പുറത്തേക്ക് ബുദ്ധമതം പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ബൗദ്ധരുടേതായ രചനകൾ കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നീടുള്ളായിരുന്ന ഗവേഷകന്മാർക്ക് ഇന്ത്യയിൽ നിന്ന് ഒറ്റ പുസ്തകം പോലും കിട്ടിയില്ല, കത്തിച്ചു കളഞ്ഞ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കൃത്യമായ നൂറ്റാണ്ടുകളായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരുന്ന മനുസ്മൃതിയുടെ നിയമങ്ങളിൽ അധിഷ്ഠിതമായ ആൾക്കൂട്ട നീതികളുണ്ടല്ലോ, ആ ആൾക്കൂട്ട നീതികളാണ് ഇവർ വീണ്ടും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആർഷഭാരത പൈതൃകം എന്നൊക്കെ ഇവർ പറയുമെങ്കിലും ഇവർ കൃത്യമായിട്ട് പിന്തുടരുന്നത് ബ്രിട്ടീഷുകാരെയാട്ടോ. ഇവർ കൃത്യമായിട്ട് പിന്തുടർന്ന് ബ്രിട്ടീഷുകാരെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ റോമള ഥാപ്പറിനെ ഇങ്ങനെ വീണ്ടും വായിക്കായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് റോമള ഥാപ്പറിനോട് എന്തിനാണ് മറ്റേ കരിക്കുലം വിറ്റ ചോദിച്ചെന്നുള്ളത്. റോമള ഥാപ്പർ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർക്കാരാ വലിയ പൈതൃകം ഉണ്ടായിരുന്നു, ആർഷഭാരത പൈതൃകം ഉണ്ടായിരുന്നു, ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരെന്നല്ല, ബ്രിട്ടീഷുകാരെ കൂലിയെഴുത്തുകാരാണ്. അന്ന് ഈ 18ാം നൂറ്റാണ്ടിന്റെ 1800കളുടെ തുടക്കത്തിൽ ബ്രിട്ടനിൽ ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ചരിത്രകാരന്മാരുണ്ട്.
ഈ ചരിത്രകാരന്മാര് അവിടെ ഉണ്ടായിരുന്ന വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുണ്ടായ അവിടുത്തെ മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു വന്ന ആളുകളായിരുന്നു. അവർ ഈ മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സമൃദ്ധമായ ഒരു പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. അപ്പൊ അവർ കണ്ടെത്തിയത് അത് ഗ്രീക്ക് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന്. അന്നാണ് മാക്സ് മുള്ളർ ഉപനിഷത്തുകളുടെ തർജ്ജമയായിട്ട് രംഗത്ത് വരുന്നത്. മാക്സ് മുള്ളർ പറഞ്ഞത് വേദകാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പരിഷ്കൃതമായൊരു സമൂഹമായിരുന്നു, ഗംഭീരമായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു എന്നാണ്. ഇവരിതിന് രണ്ടിനെയും കൂടെ ക്ലബ് ചെയ്തു. ഇവർ പറഞ്ഞുണ്ടാക്കിയ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഒറിജിൻ കോമൺ ആണ്. ഈ ഗ്രീക്ക് ഭാഷയുടെയും സംസ്കൃതത്തിന്റെയും ഒറിജിൻ കോമൺ ആണ്. ആ പൈതൃകം പേരുന്നവരാണ് ഞങ്ങളെല്ലാവരും ഒരു തിയറി ഉണ്ടാക്കി. ആ തിയറിയിൽ നിന്നുകൊണ്ടാണ് ജെയിംസ് മില്ല് പുസ്തകം എഴുതുന്നത്. ജെയിംസ് മില്ലാണ് ഇന്ത്യൻ ജീവിതം മതാത്മകമായിരുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയ ആദ്യത്തെ മനുഷ്യൻ. ജെയിംസ് മില്ല് എഴുതിയ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ് 1820 മുതൽ 1947 വരെ ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലൊക്കെ പഠിപ്പിച്ചത്. ആ ചരിത്രം പഠിച്ചിട്ട് തലതിരിഞ്ഞുപോയ ആൾക്കാരാട്ടോ അങ്ങോട്ട്, വേറൊന്നുമല്ല. ഇന്ത്യൻ ജീവിതം മതാത്മകമായിരുന്നുവെന്നും 12-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ ഹിന്ദു ഇന്ത്യയായിരുന്നെന്നും അതിനുശേഷം 5 നൂറ്റാണ്ട് മുസ്ലിം ഇന്ത്യയാണെന്നും അതിനുശേഷമുള്ള ബ്രിട്ടീഷ് ഇന്ത്യയാണെന്നും എഴുതി വെച്ച ജെയിംസ് മില്ല്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ചരിത്രകാരന്മാരെ മുഴുവൻ, ഈ ജെയിംസ് മില്ലിനെ, H.H. വിൽസനെ, പ്രിൻസെറ്റിനെ, കോർബറ്റിനെ, ഇവരെല്ലാവരെയും ബ്രിട്ടീഷുകാർ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിച്ചു, കാശ് കൊടുത്ത് എഴുതിച്ചതാണ്. അതിനെക്കുറിച്ച് കഴ്സൺ പ്രഭു കൃത്യമായിട്ട് പറയുന്നൊരു വാചകമുണ്ട്. കഴ്സൺ പ്രഭു പറഞ്ഞെന്താ വെച്ചെങ്കിൽ, ഈ ഇല്ലാത്ത പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയൊക്കെ കൂടിയിട്ട് ഇവരെ തളർത്തിയിട്ടുള്ള ഗുണം വന്നത് ഇവർ ബ്രിട്ടീഷുകാരോട് യുദ്ധത്തിന് പോവില്ല. അതുകൊണ്ട് ഈ സംസ്കാരത്തെയും ഈ പാരമ്പര്യത്തെയും ഒക്കെ സാമ്രാജ്യത്വം നിർമ്മിതിയുടെ ഫർണിച്ചറുകൾ എന്നാണ് കഴ്സൺ പ്രഭു കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇവർ ഈ പറയുന്ന വംശശുദ്ധി, ഈ പറയുന്ന തിയറിയിൽ നിന്നാണ് കേട്ടോ ഹിറ്റ്ലറുടെ വംശശുദ്ധി എന്ന് പറയുന്ന സിദ്ധാന്തത്തിലേക്ക് വരുന്നത്. ഈ വംശശുദ്ധി എന്ന് പറയുന്ന സിദ്ധാന്തം ഇവരുടെ അല്ല. 1917 ബ്രിട്ടീഷ് എയർ കൗൺസിലിൽ നടന്ന ഒരു പ്രസംഗത്തില് നമ്മുടെ വിൻസ്റ്റൺ ചർച്ചില് അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട് ആദിവാസികളെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ച്. ആദിവാസികളെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടില്ലെന്നറിയോ? കൊളോണിയൽ അധിനിവേശത്തിന്റെ ഭാഗമായിട്ട് ഈ ആദിവാസികളെ, 10,000-കണക്കിന് ആദിവാസികളെ ഇവര് വെടിവെച്ചും തല്ലിയും മാത്രമല്ല കേട്ടോ പോകുന്നത്. ഈ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നൊരു രോഗമുണ്ടല്ലോ, അരിവാൾ രോഗം. ഈ അരിവാൾ രോഗം എങ്ങനെയാണ് ആദിവാസികൾക്ക് ഉണ്ടായെന്നറിയോ? അത് മലേറിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കൊടുത്തൊരു വരദാനമാണ്. അത് പിന്നീട് കുരിശായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ മലേറിയ എങ്ങനെ അവർക്ക് ഉണ്ടായെന്നറിയോ? അവരുടെ കയ്യിൽ മലേറിയ ഉണ്ടായിരുന്നില്ല. ഇവര് കൊണ്ടുവന്ന് മലേറിയയുടെ വിത്ത് വിതച്ചു കൊടുത്തതാണ് അവിടെ. അങ്ങനെയാണ് കൂട്ടക്കൊല നടത്തിയത്. ആ വംശശുദ്ധിയുടെ സിദ്ധാന്തമാണ് ഇവർ പേറുന്നത്. ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയുന്നു, ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും ഈ വിഭജിച്ച് ഭരിക്കുക, ഭിന്നിച്ച് ഭരിക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതടക്കമുള്ളതെല്ലാം ഇവിടുന്ന് കോപ്പി അടിച്ചതാണ്. ഇവർ രണ്ട് തലയും പറയുന്നു മാത്രമേ ഉള്ളൂ. ഒരു വശത്ത് ഇവർ ആർഷഭാരത പൈതൃകം എന്ന് പറയും, അപ്പുറത്ത് ഈ സാധനത്തിന്റെ ഈച്ച കോപ്പിയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് സവർക്കർ എഴുതി വെച്ച അവസാനത്തെ പോയിന്റ്, അതായത് ജൂതന്മാരെ എങ്ങനെ നിഷ്കാസനം ചെയ്തു അവിടെ നിന്ന്, അതുപോലെ ഓരോരുത്തരെയായിട്ട് നിഷ്കാസനം ചെയ്യുക എന്ന ഒരു നടപടിക്രമത്തിന്റെ അവസാനത്തെ പടവുകളിലേക്കാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭരണകൂടത്തിന്റെ പണി സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ പ്രദാനം ചെയ്യുക എന്നതാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭരണകൂടത്തിന്റെ പണി നമ്മളെ ഭയപ്പെടുത്തലാണ്. ഇവർ പുതിയ ജയിലുണ്ടാക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. ഇവർ പുതിയ ജയിലുണ്ടാക്കുകയല്ല, ഒരു രാജ്യത്തെ മുഴുവൻ ജയിലാക്കി മാറ്റുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭയത്തിന്റെ വിത്ത് വിതച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ നിമിഷവും നിരീക്ഷിക്കപ്പെടുന്നു എന്ന തോന്നലിലാണ് നാം ജീവിക്കുന്നത്. ബർത്ത് ഓഫ് ദ പ്രിസൺ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഫൂക്കോ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പാനോപ്റ്റിക്കോൺ എന്നാണ്. പാനോപ്റ്റിക്കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തു നിന്നും എല്ലാ ആംഗിളിൽ നിന്നും നിങ്ങളെ നിരീക്ഷിക്കുന്ന കണ്ണെന്നാണ് എൻ്റെ അർത്ഥം. ഈ ജയിലിന്റെ ഒരു കോണ്ടെക്സ്റ്റാണ് പറയുന്നത്. ജയിലുകളെല്ലാം നാലുകെട്ടിന്റെ മോഡലാണ്. നാലുകെട്ടുകളും ഒരു കാലത്ത് ജയിലുകളായിരുന്നു. ഈ നാലുകെട്ടിന്റെ നടുവിൽ ടവർ ഉണ്ടാവും. ഈ ടവറിന്റെ മുകളിലൊരു കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരനെ കാണാവുന്ന രീതിയിലാണ് ജയിലിലെ മുറികളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും കാവൽക്കാരനുണ്ടാവാറില്ല. എന്നാലും ജയിൽ പുള്ളികളുടെ ധാരണ ഞങ്ങൾ നിരീക്ഷണത്തിലാണെന്നാണ്. അതുപോലെ നമ്മുടെ മനസ്സിലെല്ലാവരും എല്ലാം ഭീതി വിതച്ചുകൊണ്ടാണ് ഇവരരങ്ങുവാണ് തകർക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കാര്യങ്ങൾ തുറന്ന് പറയാൻ മടിക്കുകയാണ്, എഴുതാൻ മടിക്കുകയാണ്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് 10 തവണ ആലോചിക്കുകയാണ്. ഇവിടെ നിർഭയമാകുന്നു മാനസം, ഇവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, ഇവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായ അവികലമായി വിരാജിപ്പു നിത്യവും, ഇവിടെ ഇടുങ്ങിയ തുണ്ടുകളാകുന്നീ അവനി രാഷ്ട്രമതിലിൻ നിരകളാൽ, ഇവിടെ സത്യത്തിനാഴത്തിൽ നിന്നു താൻ ഉറവെടുക്കുന്നു വാക്കുകളൊക്കെയും, മുക്തിതന്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എന്റെ നാടൊന്നുണരണേ ദൈവമേ എന്ന് ഏത് നാടിനെ കുറിച്ചാണോ ടാഗോർ പാടിയത്, ആ നാടിന്റെ ഗതികേടാണ്. പ്രിയമുള്ളവരെ, ജീവിതം കൈവിട്ടു പോകുന്ന കാലമാണ്. പച്ചയ്ക്ക് പറയാണ്, ജീവിതം കൈവിട്ടു പോകുന്ന കാലമാണ്.
ഓരോ വാക്കും ഓരോ നോക്കും ഓരോ ചലനവും ഓരോ എഴുത്തും പ്രതിരോധത്തിൻ്റെതായി മാറുന്ന കാലമാണ്. ഇന്നലെ വരെ സംവദിച്ചിട്ടില്ലാത്ത മനുഷ്യരോട് സംവദിക്കുക എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മുഴുവൻ ആളുകളെയും ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒന്നിച്ചു ചേർത്ത് പോരാട്ടത്തിന്റെ ഒരു ഐക്യനിര കെട്ടിപ്പടുത്തുകൊണ്ടല്ലാതെ ഈ കെട്ടകാലത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം.